പിന്നെ അത് ഒഴിവാക്കി വിട്ടത് വെറുതെ. എന്തിനാണ് പരിപാടി? പരിപാടി നമ്മളിപ്പോ വണ്ടി എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് അടിക്കും. അന്ന് നോക്കണമല്ലോ, നമ്മള് വെളിയിൽ വെറുതെ ഇറങ്ങുമ്പോ ആരെങ്കിലും ഇങ്ങോട്ട് വരുമെന്ന് നോക്കണമല്ലോ. സീരിയസ് കാര്യം കഴിഞ്ഞിട്ട് വരാമേ. ദുബായിൽ സാധനമൊക്കെ തീർന്നു. ദുബായിലോട്ട് സാധനം പറഞ്ഞു കഴിഞ്ഞാ പുറത്ത് ഇങ്ങനെ കൂടുതലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. വല്ലാട്ടൊന്നും ഇല്ലായിരുന്നു. സാലറി പോലും കിട്ടിയില്ല. കുപ്പിയാടാ അത് ഞാൻ മറക്കൂ. മാറ്റി വെച്ചിട്ടുണ്ടാ? പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അല്ല, ഞാനോർത്ത് സാധനം തീർന്നു. അങ്ങനാണെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം, ഇത് രണ്ടെണ്ണമൊക്കെ അടിച്ചങ്ങ് ഇരിക്കാം. അടിക്കാൻ പക്ഷെ ആരെങ്കിലൊക്കെ വേണ്ടേ? ഇവന്മാരൊക്കെ വേറെ അടിയെന്ന് പറയണൊക്കെയാണ്. ഇതിന് ഈ മൂഡ് വേണ്ടേ? നമുക്ക് അടിക്കാൻ പറ്റിയൊരു മൂഡ് വേണ്ടേ? അടി കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കാം. ജയിച്ച പാർട്ടി, തോറ്റന്റെ വിഷമം. ആ ഓക്കെ സാധനമുണ്ട് സാധനം സമയത്ത് എത്തിക്കും. ഞാനിപ്പോ ഇവിടെ പപ്പടത്തിന് മറ്റേ തെറുപ്പ് പീടിയൊക്കെയാണ് വലിക്കണത്. വേണോ? വേണം. കുറ്റി വീഡിയോ വലിച്ച് അടക്കാണ്. അടക്കാണ് കാണാമില്ലാതെ ഒരു പണിയില്ല. ചുമ്മാ വള്ളി എടുത്ത് വെച്ചോണ്ട് വരും. ബാക്കിയുള്ളവർക്ക് ഒരു ജീവിതത്തിൽ ഒരു സന്തോഷമില്ല. മ്യൂട്ടായി പോയി. സത്യം, ഇവനൊക്കെ വന്നപ്പോ ഇൻട്രോവേർട്ട് കുറെ ഇൻട്രോവേർട്ടുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇൻട്രോവേർട്ടുകൾ ദാഹിക്കുന്നു. അടുത്ത ഇൻട്രോവേർട്ട് മറ്റേ കുറുക്കന്റെ തല. ഇവനൊക്കെ ഇൻട്രോവേർട്ട്. നമ്മളൊന്ന് കണ്ണ് തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളവിടെ അവന് മറ്റേ ബെല്ലാരി ഡാലി എടുത്ത് പ്രേമം. അവന് പോണോ എന്തിനാ പറയാ? അടുത്ത വരുന്നത്, അടുത്ത ഇൻട്രോവേർട്ട് വരുന്നത്. ഇതാ വരുന്നത് നിക്ക്. എടാ എന്തിനാണ് പരിപാടി? സത്യം പറ, ഇന്ന് എന്തിനാണ് പരിപാടി? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ALXന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അവന്മാർക്ക് എന്തോ സീരിയസ് ആയിട്ടൊരു പ്രശ്നമുണ്ട്. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. അവന്മാർക്ക് അടിക്കണമെങ്കിൽ അടിക്കാം. നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അടിച്ച് പൊഴിപ്പിച്ചതാണ് ഇന്നലെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്തിരി മുമ്പ് ഒരു സീൻ ഉണ്ടായിരുന്നു. അത് കണ്ടാ? ഞാൻ അവിടെ ഡ്രസ് ഷോപ്പിൽ വന്നതേ ഉള്ളു. സിറ്റി വന്ന് കയറി ഡ്രസ് ഷോപ്പിൽ പോയി ഡ്രസ്സ് മാറാൻ പോയി. മാറാൻ നോക്കിയപ്പോ ഒരു 5 ALX വന്ന് എന്റെ ചുറ്റും ഒന്ന് നിന്ന്. എന്നിട്ട് ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ തിരിച്ചങ്ങ് ഇറങ്ങിപ്പോയി. എന്താണ് ഉദ്ദേശിച്ചത് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഉദ്ദേശിച്ച ആളല്ലാത്തോണ്ടാണ് തോന്നുന്നു എന്നെ വിട്ടത്. ഇന്നലെ ഒരു പയ്യനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ വിളിച്ചപ്പോ എന്നോട് പറയുവാ, അവൻ ബെഞ്ചിലുള്ളതാണ്, ഞാൻ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടിയത്. അതാണ് പയ്യനാണ് കോ ലീഡർ. അത് കഴിഞ്ഞിട്ട് വാറില്ലാത്ത നമ്മളൊരു 8 വരെ അടിച്ചിട്ടില്ലേ? അടിച്ചിട്ടപ്പോ അതിന്റെ ഇടയ്ക്കും ഫോൺ വിളിക്കുന്നെ. എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ, ബ്രോ നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത് ബ്രോ, നിങ്ങൾക്ക് സിറ്റുവേഷൻ എടുക്കണം. ഞാൻ പറഞ്ഞു വെച്ചിട്ട് പോകണ്ട, ഞാൻ സിറ്റുവേഷന്റെ ഇടയ്ക്കാണ്. അല്ലാതെ ഞാൻ എന്ത് പറയാനാടാ? അവന്റെ കോ ലീഡർ അതാണ്. 13 പേരില് 12 പേര്, 15 പേര് 12 പേരും 10-15 വയസ്സുള്ള പിള്ളേരാ. അതല്ല കോമഡി എന്തിനാ പറയുമ്പോ നമ്മള് വാറിന്റെ മറ്റേ മീറ്റിംഗ് വിളിച്ചിട്ട് ചെന്നപ്പോഴത്തേക്ക് നമ്മള് പറഞ്ഞു നിങ്ങൾ കുറെ ഡൗൺ നമ്മള് കുറെ ഡൗൺ ആയെന്ന് പറയട്ടെ. അപ്പൊ നമ്മള് പറഞ്ഞു നമ്മള് 11 പേരല്ലേ വിട്ടെന്ന് പറയുമ്പോ പറഞ്ഞേട്ടാ നമ്മള് 8 പേരല്ലേ വിട്ടായിരുന്നത്. ഒരു വണ്ടി ജീവനെ കൊണ്ട് ഓടിയാണ് അകത്ത് കയറിയത്. അവസാനം ലാസ്റ്റ് ഒരു വണ്ടി അവന്റെ മറ്റേ ലാസ്റ്റ് ഒരടി കൊട്ടക്കൂടെ കിട്ടിയിരുന്ന അവൻ വീണത്. എന്നിട്ട് അവൻ പറയണ 8 പേര് ബാക്കിയുണ്ടെന്ന്. അതാ പറഞ്ഞേ, നമ്മളെ കൊടുക്കാനുള്ളത് കൊടുത്തു വെച്ചിട്ടുണ്ട്. അവന്മാർക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അവന്മാർ ഇങ്ങോട്ട് വരട്ടെ. നമ്മൾ വെളിയിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതിനായിട്ട് നമ്മള് അവന്മാർക്ക് വേണ്ടിട്ട് നമ്മള് പോകണ്ടല്ല, നമുക്ക് അല്ലാതെ എല്ലാ ആവശ്യത്തിനാണെങ്കിൽ പോവാം. ഞാൻ ഒരു കാര്യം പറയാം, ഇവരെ മാക്സിമം 11 മണി വരെ പ്രതീക്ഷിക്കാവും. പിള്ളേർക്കെല്ലാം സ്കൂളുണ്ട്. അതുകൊണ്ട് ഇന്നലെ ആണെങ്കിലും അത് തന്നെയായിരുന്നു. പ്രീവാർ കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിൽ പോകാനുള്ള സമയം നേരത്തെ കിടന്നുറങ്ങണം. പയ്യന്മാരൊക്കെ PC 10 മണിയാകുമ്പോ മറ്റേ നെറ്റൂരി വിടുന്ന വീടാണ്. അപ്പൊ അതുകൊണ്ട് അവരെന്തെങ്കിലും നിങ്ങൾ അടി വരുന്നെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ 11 മണിക്കകത്ത് നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് വരത്തില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യാം. അമ്മമാർക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഗ്യാങ് ഹൗസിന്റെ അകത്ത് തന്നെ നിൽക്കാനാണോ? അപ്പൊ നമുക്ക് വെളിയിലോട്ട് പോകാനാണോ?
നമുക്ക് വേറെ വണ്ടിയൊക്കെ എടുത്തോണെങ്കിൽ ഡ്രസ് മാറാം, വാ നമുക്ക് ഡ്രസ് മാറാം. എന്റെ ഡ്രസ് പറയട്ടെ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കൗണ്ട് കണ്ട് നമ്മൾ ആരെയും വിശ്വസിക്കില്ല കേട്ടാ. കൗണ്ടൊക്കെ മാറ്റി ഓഫാക്കി ഇടാൻ പറ്റും. അതുകൊണ്ടേ കൗണ്ട് കണ്ട് ആരെയും വിശ്വസിക്കില്ല. ഒരു ഗ്യാങ് എത്ര കൊണ്ടത് എല്ലായിടത്തും കേട്ടാടാ. എവിടെ വിളി 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 ബ്രോന്നൊന്നും നിന്നെ എന്തായാലും വിളിക്കൂല. ബ്രോന്നൊന്നും വിളിക്കാൻ ഒരു ചാൻസ് ഇല്ല, പ്രത്യേകിച്ച് നിന്നെ. ഡ്രസ് പറ ഡ്രസ് പറ. ആ ചന്ദ്ര പറ. ആ വേണ്ട വേണ്ട, ഞാൻ വാങ്ങിച്ചു വെച്ചോളാം. അല്ലെ നീ വേണേ വാങ്ങിച്ചു വെച്ചോ. എത്രയെന്ന് പറഞ്ഞേ കറക്റ്റ് പറയണേ, കള്ളം പറയല്ലേ. വേണ്ട 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 ആരും പേടിക്കണ്ട, ഞാൻ പേടിച്ചോളാം. കേറ് ഡ്രസ് പറഞ്ഞിട്ട് നീ ഒരു വണ്ടി എടുത്തു തരുമോ? ഒരു 5 സ്റ്റാർ കൂടെ എടുക്കണം. ട്രബിള് ഉണ്ട് താടാ, ഒരു 5 കോടി. നമ്മളൊക്കെ ഇത് ഇന്ന് തന്നെ ഞെക്കാൻ തുടങ്ങിയല്ലേട്ടാ. ചന്ദ്ര ആവശ്യമില്ലാത്ത വള്ളിയൊന്നും എടുക്കല്ലേ. ആൾക്കാരുടെ അടുത്ത് സൗമ്യമായി സംസാരിക്കണം. അതെ കുറച്ച് ദിവസം കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ദയവ് ചെയ്ത് ആൾക്കാരുടെ അടുത്ത് ട്രിഗർ ആക്കരുത്. ഭയങ്കര സൗമ്യമായിട്ടല്ല. നല്ല വെയിറ്റ് നീ മന്തിയാണോ കഴിക്കണത്? അത് മന്തിയുടെ അല്ല, അവന്റെ ചന്തിയുടെ കുഴി മന്തിയുണ്ട്, കുഴിച്ചന്തി നടക്കുന്നത്. ചന്തിയുടെ സൈസ് അറിയിക്കാനാണ് ബാക്കിൽ ഇട്ടിട്ടേക്കണേട്ടാ. റേഡിയോ ആ പയ്യ വന്ന് പയ്യ വന്ന്. എടാ എന്റെ നമ്പർ എന്തിനാണ് നോക്കട്ടെ, വെയിറ്റ്. നമ്പർ നോക്കട്ടെ. ആ എന്റെ 240. ഓക്കെ. എനിക്ക് അവന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ ചില ഉണ്ടച്ചിലുണ്ട്, അവരെ സൗണ്ട് കേൾക്കുമ്പോഴേ നമുക്ക് മറ്റേ ഭ്രാന്ത് പിടിക്കും. ഞാനെന്താണ് ആലോചിച്ചത്, പ്രതിമേനെ എടുത്തത് അറിയാം. ഇത് പ്രതിമക്കളി. ഡ്രസ് ഷോപ്പ്. ഹലോ ബ്രോ, കേക്കാവോ? ആ പറഞ്ഞോ ബ്രോ. എലക്സിന്റെ കൊറിയറാണേ. ആ പറഞ്ഞോ ബ്രോ. ആ ബ്രോ, ഇന്നലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, സിറ്റുവേഷന്റെ. അപ്പം അത് ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞായിരുന്നു. അപ്പം ഡയറക്റ്റ് വാർ അടിക്കണോ അതോ ഒരു റൗണ്ട് പൊട്ടിച്ചിട്ടാണ്, എങ്ങനെയാണ് വാർ വിളിക്കുന്നത്? വാറായിട്ട് തീർക്കാൻ ബ്രോ. ഇനി വീണ്ടും ഷോപ്പ് ഉണ്ടോ, ലൂപ്പായി പോയതുണ്ടോ? ഓക്കെ ബ്രോ, നിങ്ങൾ വാറിട്ടാ, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. ആ വിളിച്ചാൽ നിങ്ങൾ എപ്പോഴത്തേക്കാവും? ഞങ്ങള് റെഡിയാണ്. ഒരു 10 മിനിറ്റിന്റെ ടൈം മതി. നിങ്ങൾ ഇട്ടോ, ഡിലേ ആക്കണ്ട. ശരി, ഓക്കെ. ആ അപ്പൊ വാ. ഹലോ ബ്രോ, പേരെന്തിന്? ഹലോ കേക്കാമോ? റേഡിയോ കേക്കാമോ? അവര് വാറിടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റെഡി. ഞാൻ 10 മിനിറ്റ് നമുക്ക് റെഡി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പോ അവര് വാറിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാരും വാറിന് റെഡി ആയിക്കോ. കളിക്കുന്ന അവന്റെ കേഴ അങ്ങ് കഴിഞ്ഞ, അവന്റെ കേഴ അങ്ങ് കഴിഞ്ഞേട്ടാ. അവന്റെ കേഴ ചാവണമെങ്കിൽ എന്റെ പേരെ മാറ്റും. ഓടുന്നു. ദാമ വന്നിട്ടുണ്ട്. അവനെ കേറ്റാൻ പറ്റുമെന്നാണോ ചോദിക്കുന്നത്? എന്ത് പറയണം?
വേറെ ആരെങ്കിലും മാറുന്നുണ്ടോ ജോയില്? ഗൈസ്, ആരെങ്കിലും ബാറിൽ കളിക്കാൻ താല്പര്യക്കുറവുള്ളവരോ മാറാനായിട്ടോ നെറ്റ് പ്രശ്നമോ എന്തെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ വേണമെങ്കിൽ കയറിക്കോളൂ. പറ്റൂല, പപ്പടത്തിന് തരാൻ പറ്റത്തില്ല, എനിക്ക് വിൽക്കാൻ ആൾ വേണം. ഞാൻ ഇറങ്ങാൻ എനിക്കൊരു ഇതില്ല. അതെന്തൊരു ബാലാണ്. എല്ലാവർക്കും പോയി, ആർക്കും പോയി. പറഞ്ഞപ്പോ ഒരു കൂട്ട് പറയും ബോബോയ് കളിക്കണം, ബോബോയ് കളിക്കണം. എടാ പൂറി മോനെ, നിന്റെ കുണ്ണ ഞാനായിട്ട് ചത്തുക്കളെ പോടാ കുണ്ണ. മറ്റേ ഗോതം അരിമണി കുണ്ണാൻ വെച്ച വന്നേക്കുന്നവ എന്റെ അടുത്ത് സംസാരിക്കും. നിന്റെ കൊച്ചു വായും കൊച്ചണ്ടിയൊക്കെ ഉള്ളവനൊക്കെ മിണ്ടായിരിക്കണം കേട്ടാ. ഓർത്താണല്ലോ എന്നെ കണ്ടതല്ല, നീ ATX പഠിച്ച് മുമ്പിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടാ. നീ എന്റെ തല വെച്ചാ എന്നെ കൊണ്ട് തെറി വിളിപ്പിച്ചു. ഞാൻ ഇങ്ങനെ തെറി വിളിക്കാത്ത എന്നെ തെറി വിളിപ്പിക്കല്ലേ ദാമു. എനിക്ക് താല്പര്യമില്ല ടോക്സിക് ചെയ്യാൻ. നിങ്ങളൊരു കൊച്ചു പയ്യനാണ് ഇപ്പൊ നോവിച്ചിട്ടത്. കൊച്ചുപിള്ളേർക്ക് നിപ്പ് കൊടുക്കത്തില്ല, മൊയിലിന്റെ പറയെടുത്ത് തലയിൽ വെച്ചു. ആള് മൊയിൽ ജോട്ട് ഫാൻ ബോയ് ആണ്. അപ്പുറത്ത് ഒരു കൂട്ടം ഡാൻസ് കളിക്കുന്നു, ഇപ്പുറത്ത് ഒരു കൂട്ടം AFK കളിക്കുന്നു. ഇന്നലെ അവസാനം ഉറങ്ങിയത് നീ സൗണ്ട് അത് അങ്ങനെ കുറെ എണ്ണം ഡാൻസ് കളിക്കുന്ന നോക്കട്ടെ. ആ പറ ബോബോയടാ അളിയാ ബോബോയ്. അടാ എന്തോ ബോബോയ്ക്കും കളിക്കാൻ ഭയങ്കര ആഗ്രഹം തന്നെ. കളിച്ചോട്ട് ബോബ കളിക്കട്ടെ. കളിക്കണ്ടെന്ന് ആര് പറഞ്ഞു? ആരും നിർബന്ധിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ കളിച്ചോളാൻ പറഞ്ഞില്ലേ. അല്ല നിർബന്ധിക്കൊന്നും വേണ്ട, വേണ കളിച്ചിട്ട് വേണ മൂഞ്ചിട്ട് പോടാ. കളിക്കാൻ ആൾക്കാരുണ്ട്. അണ്ണന് വേണ്ടാത്ത സ്നേഹമൊന്നുമില്ല അണ്ണ. സ്നേഹം വെച്ചിട്ട് മറ്റേ വാറിന് പോയിട്ട് എന്ത് കാര്യം? കണ്ടാ എന്ത് കാണാൻ? അതാണ് എന്ത് കാണാൻ. ഈ മോന്തയിലോക്കിട്ട് ഒന്നും കാണുന്നില്ല. വിഷമാണോ അഭിനയിക്കുന്നേ? അത് വരുന്നില്ല, വിഷം വരുന്നില്ല, അത് വരുന്നില്ല. അല്ല വിഷമായോ? ഇച്ചിരി വാസുനൊക്കെയാണ്. വലിയ പ്രശ്നമാണ് ആള്, വലിയ പ്രശ്നമാണ്. ആള് ഗൾഫിൽ പോയിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. 1 സെന്റർ